ഉത്തർപ്രദേശിലെ മധുരയിൽ യമുന എക്സ്പ്രസ് ഹൈവേയിൽ കനത്ത പുകമഞ്ഞിനിടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 4 പേർ മരിച്ചു, 25 പേരെ രക്ഷപ്പെടുത്തി. ബസ്സടക്കം ചില വാഹനങ്ങൾക്ക് തീപിടിച്ചു. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, വളരെ നിർണായകമായൊരു വിവരമാണ്. എന്തായാലും ഈ വാഹന അപകടത്തിന്റെ കാരണം എന്തുകൊണ്ടാണ് ഈ വാഹന അപകടം ഉണ്ടായത്? ഒപ്പം ഈ 4 പേർ മരിച്ചല്ലോ, 25 പേരെ രക്ഷപ്പെടുത്തിയെന്ന് അറിയാൻ സാധിക്കുന്നു. ഈ രക്ഷപ്പെടുത്തിയ 25 പേരുടെ നില എങ്ങനെ തുടരുകയാണ് ശ്രീകാന്ത്? അശ്വതി, ദാരുണമായ സംഭവം യമുന എക്സ്പ്രസ് വേയിൽ നടന്നു. ആ വഴി യാത്ര ചെയ്തവർക്കറിയാം, അതിവേഗം വാഹനങ്ങൾ പാഞ്ഞു പോകുന്ന ഒരു എക്സ്പ്രസ് വേ ആണ് അത്. അവിടെ മൂടൽമഞ്ഞ്, പുകമഞ്ഞ് അതിരൂക്ഷമാണ്. അത് നമ്മുടെ ഡൽഹിയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അത് മനസ്സിലാവും. അതിരൂക്ഷമായ പുകമഞ്ഞാണ്. തൊട്ടടുത്ത് നിൽക്കുന്നയാളെ പോലും കാണാൻ സാധിക്കാത്ത തരത്തിലാണ് ആ ഭാഗങ്ങളിലെല്ലാം പുകമഞ്ഞ് മൂടുന്നത്. ഇന്ന് അവിടെ ഒരു അപകടം നടന്നിരിക്കുന്നു. 4 പേർ ഈ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 7 ബസ്സുകളും 3 കാറുകളും കൂട്ടിയിടിച്ചു എന്നുള്ളതാണ് വിവരം. അതിൽ 4 പേർ മരിച്ചു. പക്ഷേ 25 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇവരുടെ അപകടം ഉണ്ടായ ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതും. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്, മതിയായ ചികിത്സ നൽകുന്നുണ്ട്. യമുന എക്സ്പ്രസ് വേയിലൊക്കെ അതിവേഗത്തിലാണ് ഉത്തർപ്രദേശിൽ നിന്നും മറ്റും വരുന്ന വാഹനങ്ങളൊക്കെ തന്നെയുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളുണ്ട്. അതിവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. വേഗത കുറച്ച് പോവുക എന്നത് മാത്രമാണ് അവിടെയുള്ള പോംവഴി. കാരണം മുന്നിൽ നിൽക്കുന്ന ആളുകളെ പോലും കാണാൻ സാധിക്കാത്ത തരത്തിൽ പുകമഞ്ഞ് മൂടുന്ന പാതയാണത്. തീർച്ചയായും ശ്രീകാന്ത്, മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീകാന്താണ്. ഉത്തർപ്രദേശിൽ നിന്നും വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് രാവിലെ ശ്രീകാന്ത് എത്തിച്ചത്. അവിടെ വാഹനാപകടത്തിൽ 4 മരണം. പുകമഞ്ഞിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു.